രാവിലെ എണ്ണീറ്റ് ഫ്രഷ് ആയി റെഡിയായി. ഇന്ന് നമ്മൾ രാത്രി ഡൽഹിക്ക് പോവാണ്. നൈറ്റാണ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. ഞാൻ എണ്ണീക്കാൻ കുറച്ച് വൈകിപ്പോയി. എന്നെ കാട്ടി മുന്നേ എല്ലാവരും എണ്ണീറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും ഇനിയിപ്പം പോയി ഫുഡ് കഴിക്കണം. ബാക്കി ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് നോക്കണം. ശരിക്കും പറഞ്ഞാൽ നോ ഐഡിയ. ഇന്നൊരു പ്ലാനും ഇല്ല. ഇന്ന് കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ സ്റ്റേയിൽ പുതിയ ആളുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് ബാഗൊക്കെ താഴെ വെച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് നൈസായിട്ട് കറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അതിന് മുന്നേ എന്തായാലും അവരെ ഒന്ന് പോയി കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. എൻ്റെ അമ്മേ, അയ്യോ അയ്യോ. ആ രാവിലെ എണ്ണീറ്റ് വന്നപ്പോഴേ കഴിക്കുന്ന കാഴ്ചയാണ് ഗൈസ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? അപ്പവും സ്റ്റൂ. എങ്ങനെയുണ്ട്? എന്നാൽ പിന്നെ ഞാൻ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ അതെ, ഫുഡൊക്കെ കഴിച്ച് റെഡിയായി സെറ്റായി. ഇനി എന്ത് ചെയ്യണമെന്നൊരു യാതൊരു ഐഡിയ ഇല്ല. ഇപ്പോഴത്തെ നിലവിലെ പ്ലാൻ, ഇവിടെ നമുക്ക് ബാഗൊക്കെ വെക്കാൻ സ്പേസ് ഉണ്ട്. എന്നാൽ പിന്നെ ബാഗൊക്കെ ഒന്ന് വെച്ച് റെഡിയായിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് തെണ്ടാന്നിറങ്ങുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾ ഫുൾ മാഗി കഴിച്ച് അലമ്പായി. ഈ വട്ടം വന്നപ്പോഴാണ് ഒരു ഹോംലി ഫീലുള്ള ഫുഡ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. പ്രത്യേകം എടുത്ത് പറയണം, ലൂ മൗണ്ട് സ്റ്റേ അടിപൊളിയാണ്. ഞാൻ ലാസ്റ്റ് ഫുൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഈ ഒരു 3 ദിവസം ഇവിടെ പൊളിച്ചടുക്കി, ഒന്നും പറയാനില്ല. ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ ഈ മഞ്ഞും ഈ തണുപ്പൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യും. ഇനി പനി പിടിച്ച് കിടപ്പാതിരുന്നാൽ മതി, എനിക്കത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ പോയ സിസു ഒട്ടും ഞാൻ മറക്കൂല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എന്തായാലും റൂമിൻ്റെ മുമ്പിൽ തന്നെ അത്യാവശ്യം നല്ല സ്നോ ഉണ്ടായതുകൊണ്ട് കുറേ ഇവിടെ തന്നെ എൻജോയ് ചെയ്തു. രാവിലെ എണീക്കുമ്പോഴുള്ള ഒരു വ്യൂവും എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം കുറേ കോണ്ടാക്ട്സ് കിട്ടി. കാരണം കുറേ മലയാളി പിള്ളേരെ പരിചയപ്പെട്ടു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കണക്റ്റ് ആവാറുണ്ട്. എന്തായാലും അതൊരു വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇനിയിപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ. എനിക്കാണെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ഒന്ന് വന്ന് കറങ്ങി നടക്കാൻ തോന്നി. എന്തായാലും ഇനിയിപ്പം പുറത്തിറങ്ങിയിട്ട് എന്താ പരിപാടി നോക്കട്ടെ. അങ്ങനെ നീണ്ട പ്ലാനിന് ശേഷം ഞങ്ങൾ ജോഗിനി വാട്ടർഫാൾസിലേക്ക് പോകുന്നത് തീരുമാനിച്ചു. ഒരു 6 കിലോമീറ്റർ നടക്കാനുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. കയറാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കയറും. ഇവിടുന്ന് 2 മണിക്കൂർ എന്തായാലും നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ടൈം പോകും. ഞങ്ങൾക്ക് രാത്രി 9:30-ക്കാണ് ബസ് വരുന്നത്. അപ്പോൾ അത്രയും നേരം ഞങ്ങളല്ലെങ്കിൽ ഇവിടെ പോസ്റ്റ് ആയി പോകും. എന്തായാലും വന്നതല്ലേ, അതുകൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇപ്പം നടക്കാൻ തുടങ്ങി. ഇനി ഒരു ലോഡുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടൊരു വ്യൂ ആട്ടോ. ഒരു വട്ടമെങ്കിലും ഇതൊന്ന് വന്ന് നേരിട്ട് കാണണം. അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്കിവിടുന്ന് വരാനേ തോന്നുന്നില്ല. ഇവിടെ കാണാൻ ഒരു വീടെടുത്ത് നിന്നാലോ എന്നാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. എന്തായാലും ഞങ്ങളിനിയൊരു വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ജോഗിനിലേക്ക് കയറട്ടെ. ഇവിടെയുണ്ട് ഗൈസ്, മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന കാറും 2 സ്കൂട്ടറും. ഞങ്ങൾ ഏകദേശം ജോഗിനി ട്രക്കിങ്ങിൻ്റെ അടുത്തെത്തി. അയ്യോ, അടപ്പിളകി നടന്ന് 6 കിലോമീറ്റർ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ട്രക്ക് ചെയ്യുന്നതാണ് ഏറ്റവും പാട്. എന്തായാലും ബാക്കിയും കൂടെ നടക്കട്ടെ. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവിന് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഉണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും ടൗണിലൊക്കെ അല്ലേ പോയി മേടിക്കുന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ റേറ്റ് കുറവാണ്. ഞങ്ങൾക്ക് കയറിപ്പോണ്ട വഴി മൊത്തം മഞ്ഞിൽ കിടക്കുകയാണ്. ഇത്തിരി ഡേഞ്ചറാണ് ഇതിലേക്കൂട്ടുള്ള നടപ്പൊക്കെ. എന്താവുമെന്ന് ദൈവത്തിനറിയാം. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങ് മുമ്പിൽ കയറിപ്പോയി. ഞാനിവിടെ പുറകെ നിൽക്കുന്നതേ ഉള്ളൂ. എനിക്ക് പതിവില്ലാതെ നടന്നിട്ട് അടപ്പിളകി അനങ്ങാൻ വയ്യ. വെറുതെ വീട്ടിലിരുന്ന് തിന്നല്ലേ പണി. എന്തായാലും നടക്കട്ടെ ഗൈസ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ട്രക്കിങ്ങാണ്. ഇവിടുന്ന് ഒന്ന് തെന്നി വീണാ താഴെ പോയി കിടക്കാം. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ അങ്ങോട്ട് മേപ്പോട്ട് കയറുന്നുള്ളൂ. അധികം ആരും കയറാനില്ല. എന്തായാലും മുന്നോട്ട് തന്നെ പോട്ടെ നടന്നോ ഗൈസ്. വിചാരിക്കുന്നതിൻ്റെ കൂട്ടുള്ള ഗൈസ്,
ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. ഓ പക്ഷേ നൈസാണ് കേട്ടോ ഇതിലേക്കൂടെ പോകാൻ. നല്ല കിടിലം വ്യൂ, ഒരു രക്ഷയില്ല, അടിപൊളി ആംബിയൻസ്. ജോഗിനിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കിയും കണ്ടും വരിക. ഭയങ്കര ഡേഞ്ചറാണ്. ട്രക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഒരു കാരണവശാലും ഇങ്ങോട്ട് കയറരുത്. നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്, വിചാരിക്കുന്നതിൻ്റെ കൂട്ടേയല്ല. ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം ജോഗിനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടും വരിക. ജോഗിനി കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. ഞങ്ങൾ പോയപ്പം കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. അയ്യോ, ഇനി ഇത് മൊത്തം വലിഞ്ഞു കയറണം ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ, അടിപൊളി. മേലോട്ട് ആളുകൾ കയറുന്നുണ്ട്. എല്ലാവരും പയ്യെ പയ്യെ കയറുന്ന, അതിൻ്റെ ചെറിയൊരു ലാഗുണ്ട്. അമ്മേ ചത്ത് ഗൈസ്, ഒരു രക്ഷയില്ല. കയറി അടപ്പളകി. വിചാരിക്കുന്നതിൻ്റെ കൂട്ടമല്ല. ഇതിൻ്റെ ബാക്കിലെ വ്യൂ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, ഇത്ര ഹൈറ്റ് കയറിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞോട്ടം ഞങ്ങൾ വന്നപ്പം വേറെ വഴിയുണ്ടായിരുന്നു നമുക്ക് കയറാനായിട്ട്. ഇപ്പം മഞ്ഞ് എല്ലായിടത്തും കെട്ടിക്കിടക്കുന്നുണ്ട്. ഞങ്ങളെ അടുത്ത വഴി കൂടെ പോകാൻ പറഞ്ഞു. ഇതിലെ കൂടെ അധികം മഞ്ഞൊന്നുമില്ല, എന്നാലും ഭയങ്കര കയറ്റമാണ്. അടപ്പളകി. അങ്ങ് താഴ്ന്നാണ് ഗൈസ് കയറി വന്നത്. ഓരോ ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. എൻ്റെ പൊന്നെ, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആണ്. എന്തായാലും ഞാൻ ബാക്കിയും കൂടെ കയറട്ടെ. ഓരോ ആളുകളൊക്കെ കയറി വരുന്നുണ്ട് അവിടുന്ന്. കണ്ടു ഗൈസ്, ഫാൾസ് കണ്ടു. ദേ ആ കാണുന്നതാണ് ഗൈസ് ഫാൾസ്. എത്താറായി എൻ്റെ മോനെ, കിടിലം ഗൈസ്. ഇത്രയും നേരം കഷ്ടപ്പെട്ട് കയറിയിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ഗൈസ്. അടിപൊളി റെയിൻബോ ഒക്കെ ഉണ്ട്. ഓ സീൻ, ഒരു രക്ഷയില്ല. കുറേ നേരത്തെ ട്രക്കിങ്ങിന് ശേഷം ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ എനിക്ക് കിട്ടി ഗൈസ്. ഫൈനലി ജോഗിനി വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. നല്ല കിടില റെയിൻബോ ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ എന്തായാലും വരിക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മാത്രം, അല്ലാതെ ഒരു കാരണവശാലും വരാൻ നിൽക്കരുത്. ഹെവി ട്രക്കിംഗ് ആണ്. എന്തായാലും വന്നതിലും ഭയങ്കര സന്തോഷം. ഇവിടെ നിന്ന് ഇത് കയറാതെ പോയിരുന്നെങ്കിൽ വല്ലാണ്ട് മിസ് ചെയ്തേനെ. എനിക്കെന്തോ പറയണമെന്നറിയില്ല ഗൈസ്, എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഇറങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ജോഗിനി എക്സ്പീരിയൻസ്? ചത്തില്ലെന്നുള്ളൂ, ചാവാതെ ഒരു കണക്കിന് എത്തിപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എഫർട്ട് എടുക്കേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ വർത്താണ്. പക്ഷേ കാര്യം നമ്മൾ നാട്ടിൽ കുറേ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇതിപ്പം വരുന്ന വഴികൾ കുറച്ച് ടെറൈനാണ്. മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ടേ ഈ ബ്ലാക്ക് ഐസ്, അത് ഞാനിവിടെ വന്നപ്പോഴാണ് പഠിച്ചത്. ഈ ഐസ് കാടായിട്ട് നമ്മൾ തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതും തരണം ചെയ്ത് പതുക്കെ അള്ളിപ്പിടിച്ച് ഇവിടെ എത്തിയതിന് ശേഷം കിട്ടിയ വ്യൂ ഉണ്ടല്ലോ, ക്ലാസ്. എനിക്ക് പിന്നെ അതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. എല്ലാം പറഞ്ഞല്ലോ ആശേ. അതെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും ഇറങ്ങട്ടെ. നേരത്തെ ഇറങ്ങാൻ തുടങ്ങിയത്, അപ്പോഴേ ഇവരെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചേ. ഇപ്പം ശരിക്കും ഇറങ്ങട്ടെ. ഇനിയാണ് പാട്. ഇനി കയറിയതിൻ്റെ കൂട്ടല്ലേ, ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. തമ്പുരാനറിയാം എങ്ങനെ പോകുന്നു. എന്തായാലും ഇറങ്ങട്ടെ ഗൈസ്. ജോഗിനി ഫാൾ കയറി സന്തോഷമായി. ഇനി ഇത് എൻ്റെ അമ്മേ ഇറങ്ങുന്നതാണ് ടാസ്ക്. ഇറങ്ങി തുടങ്ങിയപ്പം മുതൽ അടപ്പളായിക്കൊണ്ടിരിക്കുകയാണ്. കയറാൻ എളുപ്പമായിരുന്നു, ഇറങ്ങുമ്പോൾ തെന്നി വീണതാണ്. കയറുന്ന മാത്രമല്ലോ, ഇറങ്ങുന്നേ കാണണമല്ലോ. അതെ, വീട്ടിലേക്ക് ബോഡി എത്തൂല. എൻ്റെ പൊന്നോ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ആരും വരാറില്ല. ഇവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരികയും പോവുകയും ചെയ്യാം. അതുകൊണ്ട് ഈ വഴികളൊക്കെ ഓരോ യാത്ര ചെയ്ത് വരുന്ന ആളുകൾ, യാത്ര ചെയ്യുന്ന ട്രക്ക് ചെയ്ത് വരുന്ന ആളുകൾ ഉണ്ടാക്കിയിടുന്ന വഴികളാണ്. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നത്. അവിടെ ഫുള്ള് സ്നോ ആയതുകൊണ്ടാണ് ഈ വഴി കൂടെ വന്നത്. എൻ്റെ മേ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, സൂര്യൻ, ലൈറ്റ്, തെളിച്ചം. പക്ഷെ ഇത് ഇറങ്ങുന്നത് അന്യായ ടാസ്ക്കാണ്.
അയ്യോ അയ്യോ, പയ്യെ പയ്യെ അങ്ങ് ഇറങ്ങി റൂം എത്തിയാ മതി. അമ്മേ, എന്ത് ഭംഗിയാണ് ഗൈസ് ജോഗിനി ഫാൾസ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു തെണ്ടിയും കൂടെ ഉണ്ട്, അത് കാര്യമാക്കണ്ട. മഴവില്ലും വെള്ളച്ചാട്ടവും, ഓ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. കണ്ടോ ഗൈസ്, ഓരോ ആളുകൾ ട്രക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പെടുന്ന കഷ്ടപ്പാട്. ഓ മുള്ളുണ്ട്. എടാ നോക്കിയിറങ്ങേ. എൻ്റെ പൊന്നോ, ടാസ്ക്കാണ് ഗൈസ്. ഓ ഇതേപോലെയൊക്കെ ചാടി വേണം ഗൈസ്. ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്, താഴ്ന്നൊക്കെ ആളുകൾ കയറുന്നുണ്ട്. ഇവരൊക്കെ ഇനി എപ്പം കയറിയിട്ട് ഇറങ്ങാനാണോ എന്തോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ പണ്ട് ആ സൈഡിൽ കൂടെ ആയിരുന്നു വന്നത്. ഓ ഇനി ഞാനും കൂടെ ചാടി കിടക്കട്ടെ ഗൈസ്. എൻ്റെ പൊന്നെ, ഇതിലേക്കൂടെ ഇറങ്ങിയിട്ടും എനിക്ക് ഈ വ്യൂ കണ്ടിട്ട് കൊതി മാറുന്നില്ല ഗൈസ്. എന്ത് രസമാണെന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ട്രക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാലേ ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റൂ. ചുമ്മാ അടുത്തുള്ള ടൂറിസം സ്പോട്ടിലൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അത്യാവശ്യം കഷ്ടപ്പെടണം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇറങ്ങിയില്ലെങ്കിൽ രാത്രി ഇതിൻ്റെ അകത്ത് കിടക്കേണ്ടി വരും. ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് തോന്നും. ജോഗിനി വരുന്ന സമയത്ത് ഇവിടെ ആദ്യം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ഒരു ലിറ്റിൽ ഫാൾസ് ഉണ്ട്. അതായത് നമ്മൾ കയറി വരുമ്പോൾ ഒരു ഫാൾസ് കാണിക്കും. അതല്ല ശരിക്കും പറഞ്ഞാൽ ജോഗിനി ഫാൾസ്. അതും കഴിഞ്ഞിട്ട് പിന്നെയും മേളിലേക്ക് ട്രക്ക് ചെയ്യണം. അത് പല ആളുകൾക്കും അറിയില്ല. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് അതാണെന്ന് വിചാരിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ചേട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് മേളിലാണ് ഫാൾസ് വരുന്നതെന്ന്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ആ കാര്യം കൂടെ ഒന്ന് ഓർമ്മയിലെടുത്തോ. അയ്യോ, നടന്ന് ഏകദേശം താഴെ എത്താറായി ഒരു പരുവത്തിന്. ഓ പുറകിലൊരാൾ കൂടെ ഉണ്ട് കേട്ടോ. ഇല്ല, നേരത്തെ കാട്ടി കുറച്ചുകൂടെ എത്താറായി. ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞൊന്ന് പഠിപ്പിച്ചോട്ടെ, എനിക്ക് വയ്യ. അയ്യോ, അങ്ങനെ ഫൈനലി ഒരു പരുവത്തിന് താഴെ എത്തി ഗൈസ്. ഞങ്ങൾ മാഗിയൊക്കെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടെ കഴിക്കട്ടെ. തണുത്ത് വിറച്ചിരുന്നപ്പോൾ ദേ നല്ല ചൂട് മാഗി വന്നു. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ഒരു നീണ്ട ട്രക്കിങ്ങിന് ശേഷം താഴെ എത്തി സമാധാനമായി. എന്തായാലും പോയില്ലായിരുന്നെങ്കിൽ വല്ലാണ്ട് മിസ് ചെയ്തേനെ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മുന്നേ പോയിട്ടുണ്ട്, എങ്കിലും സ്നോയിൽ കൂടെ പോകുന്നത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പം നേരെ റൂമിൽ പോകണം, ഫോൺ കുത്തിയിടണം, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. 9:30 ഡൽഹിയിലേക്ക് ബസ്. അപ്പം ഇനി റൂമിലേക്ക് പോട്ടെ. ഗൈസ്, എന്ത് രസമാണെന്ന് നോക്കിയേ ആ സൺലൈറ്റ് അടിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മണാലി മാർക്കറ്റ് വരെ നടന്നിട്ട് ഒരു ടാക്സി വിളിക്കാമെന്ന് വിചാരിച്ചു. സമയം കളയാൻ വേണ്ടിയിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ ഫുള്ളങ്ങ് നടക്കാം. അങ്ങനെ ഇന്നത്തെ യാത്രയും ട്രക്കിങ്ങും എല്ലാം കഴിഞ്ഞത് റൂമിലെത്തി. അടപ്പളകി, ഇനി ഒരംശം പോലും ജീവനില്ല. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 9:30 ബസ്സിൽ കയറുക, പോവുക, ഡൽഹി എത്തുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.